നമസ്കാരം സർ. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഇവിടെ കേരളത്തിൽ സത്യത്തിൽ ഇപ്പൊ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ആര് ഈ മണ്ഡലത്തിൽ വരും, ആര് ജയിക്കും, അവർ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഈ നിയമസഭാ മണ്ഡലത്തിന് വേണ്ടി ചെയ്തു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ലാഭമുള്ളൊരു ജോലി മാത്രമായിട്ട് രാഷ്ട്രീയം മാറി ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും ആര് MLA ആവും അല്ലെങ്കിൽ ആര് മന്ത്രി ആവും എന്ന് ചർച്ച ചെയ്യുന്നതിൽ അപ്പുറം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതുവരെ ആദ്യമായിട്ടാണ് പല ചർച്ചകളിലായിട്ട് ഇത്ര സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ഞാൻ കേൾക്കുന്നത് അല്ലെ നേരിടുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ല, മുന്നണികളെല്ലാം അതേ രൂപത്തിൽ ഉണ്ടാകുമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അതിനു മുമ്പേ നമ്മൾ ഉൾപ്പെടെയുള്ളവർ പല ചാനലുകളും ഓരോ നിയോജകമണ്ഡലത്തിൻ്റെ ഓരോ ജില്ലയുടെ ഓരോ പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ചും വരാനിരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെയുള്ള പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്? എങ്ങനെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ജനങ്ങളോട് പറയണം. ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് എന്ന് പറയണം. ഈ രണ്ട് അല്ലെ ആരിൽ കൂടെ അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വരുന്ന സ്ഥാനാർത്ഥി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ആളാണോ വേണ്ടത്, അല്ലെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് കുറഞ്ഞ അറിവെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് ചോദ്യമുണ്ട്, 100 രൂപ അല്ലെ 100 രൂപ അലോക്കേറ്റ് ചെയ്താൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നു. ഈ ഫണ്ട് ഈ 100 രൂപ എങ്ങനെ വിതരണം ചെയ്യുന്നു, അതിൻ്റെ മുൻഗണനാക്രമമുണ്ട്. ഇതെങ്ങനെ വിതരണം ചെയ്യുന്നു? മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ ദർശിക്കാൻ സന്ദർശനത്തിന് പോകാൻ വേണ്ടി വാഹന ചിലവാകാം, എസ്കോർട്ടിനും മുഖ്യമന്ത്രിയുടെ ആഡംബരങ്ങൾക്കെല്ലാം കൊണ്ടുള്ള ചിലവാകാം. അതുപോലെ എവിടെയെങ്കിലും വിദേശയാത്രകൾ നടത്താനാകാം, റീൽസ് എടുക്കാനാകാം, ഉദ്ഘാടന ചടങ്ങുകൾ കാണിക്കാനാകാം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിപുലീകരിക്കാനാകാം. ഇങ്ങനെ ഈ 100 രൂപ പലതരത്തിൽ നമുക്ക് ചിലവാക്കാം. അവസാനം ഒരു 10 രൂപ മിച്ചം കാണുന്നതാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, പട്ടിണി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്കെല്ലാം ഏറ്റവും അത്യാവശ്യമുള്ള 10 വിശപ്പാണ്, വിലക്കയറ്റം എന്നൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ മുദ്രാവാക്യം വിളിക്കും. ഈ സമയം വരെ 3 വർഷമായിട്ട് പോലും ഗവൺമെൻറ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വഴി നെൽകർഷകരുടെ നെല്ല് അളന്നു കൊണ്ടുപോയിട്ടുണ്ട്. വേറെ കർഷകരുടെ തേങ്ങായും കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാർഷിക മേഖലയിൽ നിന്ന് ഗവൺമെൻറ് നാട്ടുകാർക്ക് വേണ്ടി കളക്ട് ചെയ്ത പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ ആ പൈസ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട മേഖല അതാണ്. പിന്നെ മരുന്ന്, ഇപ്പോൾ വീണ ജോർജ് നമ്മൾ എത്രയെല്ലാം പറഞ്ഞാലും, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാലും എല്ലാം പറഞ്ഞാലും മരുന്നിൻ്റെ കാര്യം എടുത്തു. മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ പോട്ടെ, അതിന് കുറച്ചുകൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതാണ്. മരുന്ന്, പേപ്പർ ഡിവിഷത്തിന് പോലും മരുന്ന് മേടിക്കാൻ കാശില്ല എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പൈസ ഇതിൻ്റെ അകത്ത് മാറ്റി ഇത്രയും ചിലവാക്കിയതിൽ നിന്നും ഈ പൈസ മാറ്റിവെക്കാനില്ലായിരുന്നോ? അപ്പോൾ നമ്മൾ ഓരോന്നും ആലോചിക്കുക. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഏഷ്യാനെറ്റ് കണക്കുണ്ടായിരുന്നു. 5 വട്ടപൂജയാണ് വന്നിരിക്കുന്നത്. എത്ര കോടി രൂപ ചിലവാക്കി, എത്ര സമയം ചിലവാക്കിയെന്ന് മാത്രമല്ല, കഴിവുള്ളൊരു മുഖ്യമന്ത്രി വേണമെങ്കിൽ അത്രയും സമയം ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന അപകടം ആലോചിച്ച് നോക്ക്. നല്ലവണ്ണം സ്പീഡിൽ ഓടിച്ചു പോകുന്ന ഡ്രൈവർ ഒരു മരുഭൂമി കൊണ്ട് വണ്ടി ഇട്ടിട്ട് മാറി കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ അത്രയും നേരം അവിടെ നിൽക്കണ്ടേ? കേരളത്തെ ഇങ്ങനെ ഒരു മരുഭൂമി കൊണ്ട് നിർത്തിയിട്ട്, അല്ലെ പ്രളയജലത്തിൻ്റെ നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് സൂചിച്ചു വാഴുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇനി രണ്ടാമത്തെ അടിസ്ഥാന പ്രശ്നമായിട്ടൊന്ന് വിലക്കയറ്റം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അത് അതിന് ഒത്തിരി തിയററ്റിക്കൽ ഡൈമെൻഷൻസ് ഉണ്ട്. വിലക്കയറ്റത്തിനെതിരെയൊക്കെ ശബ്ദിച്ച ആളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അല്ല, അങ്ങനെ എല്ലാ പാർട്ടികളും EMS ഭരിക്കുമ്പോൾ തൊട്ട് വിലക്കയറ്റം എടുത്ത സമരങ്ങൾ, അരി എവിടെ, തുണി എവിടെ, പറയൂ നമ്പൂരി എന്നായിരുന്നു EMSനെതിരായിട്ടുള്ള മുദ്രാവാക്യം. അത് കോൺഗ്രസ് ഭരിക്കാൻ വന്നപ്പോഴും കരുണാകരൻ ഭരിക്കാൻ വന്നപ്പോഴും എല്ലാം ഈ മുദ്രാവാക്യം തുടരുകയാണ്. പക്ഷേ വിലക്കയറ്റത്തിന് ശമനം ഉണ്ടാകുന്നില്ല. വിലക്കയറ്റത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വിലക്കയറ്റം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ മലബാറിലൊക്കെ തെങ്ങ് കൃഷിക്കാർക്ക് ഇപ്പോൾ തേങ്ങയുടെ വെളിച്ചെണ്ണയും വില കൂടിയത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ? ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ വെളിച്ചെണ്ണ മേടിക്കുന്നവനോ? ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഭരണകൂടം വേണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കാർഷിക മേഖല പൂർണ്ണമായിട്ട് തകർന്നു. ഇവർക്കാകെ താല്പര്യം ഇപ്പോഴത്തെ എന്തുകൊണ്ടാണ് അടുത്ത വർഷത്തെ കൂടുതൽ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന കക്ഷികളെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. ഈ ലാബ്സിനും ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റും. പാലം പണിയുന്ന റിയാസിൻ്റെ കാലത്താണ്, സിമെൻറ്റ് മേടിക്കുന്ന റിയാസിൻ്റെ കാലത്ത്, കമ്പി മേടിക്കുന്ന ടെൻഡർ കൊടുക്കുന്ന റിയാസിൻ്റെ കാലത്ത്. ആ പാലം പണിയുമ്പോൾ നമുക്ക് ആരെ കുറ്റപ്പെട്ടത്? റിയാസിനെ തന്നെ കുറ്റപ്പെടുത്തേണ്ടി വരും. അല്ലാണ്ട് റിയാസിനോട് മനഃപൂർവ്വം വിരോധങ്ങളുണ്ടോ?
നമ്മളോട് റിയാസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പൊതുസമൂഹത്തോട്, മലയാളി സമൂഹത്തോട്, കേരളത്തോട് റിയാസ് തെറ്റിയിരിക്കുന്നു. അല്ലെ റിയാസിൻ്റെ കൊള്ള കാരണം ഈ പാലങ്ങൾ ഇങ്ങനെ വീഴുന്നു എന്നങ്ങ് പച്ചയ്ക്ക് പറയേണ്ടി വരും. അല്ലെ മറുപടി റിയാസാണ് പറയേണ്ടത്. എന്ത് നടപടി എടുക്കാൻ പറ്റി? അപ്പോൾ ഇങ്ങനെയുള്ള പരിവർത്തനം ഇതെല്ലാം കണ്ടുകൊണ്ട് ഇപ്പോൾ ആരിരിപ്പുണ്ട്? പ്രതിപക്ഷം. വി.ഡി. സതീശൻ്റെ ഇരിപ്പുണ്ട്. ഈ പ്രതിപക്ഷത്തിന് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്? എന്ത് സമരമാണ് ചെയ്യാൻ പറ്റുന്നത്? ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സമരം ആവശ്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധി വിജയിച്ച എങ്ങനെയാണ്? ഇതുവരെ രാഹുൽ ഗാന്ധി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. മോഡി ഫാസിസ്റ്റാണ്, വർഗീയവാദിയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കൊള്ള തുറന്ന് കാണിച്ച് സത്യം 2 2 4 അതിനകത്ത് ഒന്നും കാണുന്നില്ല എന്ന് 3 ആയി പോയി എന്ന് പറയുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റി. താൻ ഉയർത്തുന്ന പ്രശ്നം ഇതുവരെ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കേൾക്കാൻ എല്ലാവരും വരും. പക്ഷേ അദ്ദേഹം പറയുന്നതനുസരിച്ച് പാർട്ടി മുന്നോട്ട് പോയിട്ടില്ല, ചലിക്കാൻ പോയി. കേരളത്തിലൊക്കെ സ്ഥിതിയതാണ്. അപ്പോൾ നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് പറ്റുന്ന ഈ പ്രശ്നങ്ങൾ, ഭരണകക്ഷിക്കും പറയാം പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും, ഇത്ര നാളും പറ്റിയില്ല ഇനി ചെയ്യും എന്ന് പറയാം. അപ്പോൾ ചെയ്യണമെങ്കിൽ ആദ്യം ഫസ്റ്റ് പറയേണ്ട കാര്യം 2 കാര്യങ്ങൾക്ക് പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാം. ഒന്ന്, നടത്താൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇവിടുന്ന് വിഭവം കണ്ടെത്തും. നടത്തണ്ടേ? ഒരു 10 സ്കൂൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ 10 പഴയ കെട്ടിടങ്ങൾ ഇടിച്ചു കൊടുത്താൽ പുതിയത് പണിയുമെന്ന് പറഞ്ഞാൽ ഇതിനുള്ള പണം എവിടെ? പിന്നെ ഒരു കാര്യം കൂടെ പറയണം. ഇവർ 2 കൂട്ടരും, നാളെ കോൺഗ്രസ് വന്നാലും മോഡിയാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഭരിക്കുമ്പോഴും 2 കൂട്ടരും പറയുന്ന എക്സ്ക്യൂസ് കേന്ദ്രം തരാത്തത് കൊണ്ടാണ്, കേന്ദ്രം ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ടാണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവർ പ്രകടന പത്രിക പറയണം, ഞങ്ങൾ 1000 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ 1000 കോടിയിൽ 500 കോടി രൂപ കേന്ദ്രം തരുമെന്നുള്ള പ്രതീക്ഷയിലാണ്, കേന്ദ്രം തരേണ്ടതാണെന്ന് പറഞ്ഞ് ആദ്യം തന്നെ പറയട്ടെന്നേ. ഈ ഒരു പാലം പണിയുമ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം ഇത്ര കിട്ടണം, അല്ലെ അത് കേന്ദ്രം തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ കേന്ദ്രം തന്നോ ഇല്ലയോ എന്ന്. ഇത് അവസാനം പറയുന്നത് കേന്ദ്രം ഫണ്ട് തരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒത്തിരി സാങ്കേതിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്യുന്നതന്നെ വോട്ട് ചോർച്ച. അതൊരു അഴിമതി കേസാണ്. അത് വിജിലൻസ് കേസെടുത്ത് അഴിമതി അന്വേഷിക്കേണ്ട കേസാണ്. അതിന് പകരം ചെറിയ ചെറിയ വിഷയങ്ങളിലേക്ക് ചർച്ച പോവുകയാണ്. ഒരു സ്ത്രീ എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്തു, അത് ക്രൂരമായ പ്രശ്നമാണ്, അത് സമൂഹ പ്രശ്നമാണ്. അത് ആ രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് പകരം മണിക്കൂറുകളോളം ചെയ്യാൻ പാടില്ല. അവിടെ ഒരു ലോറി ആറ്റിപ്പോയി മുങ്ങി, എത്ര ദിവസം ചർച്ച ചെയ്തു ലോറിയെ കണ്ടെത്താനായിട്ട്? ഒരാളെ എന്നൊക്കെ പറയുമ്പോൾ അർജുന്റെ വിഷയമാണ്, ശിരൂരാണ് സാർ. ഞാൻ ചർച്ച എന്നുള്ളതല്ല, അതൊരു ഒരു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ അർജുനെ പോലെ തന്നെ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മണ്ണിൻ്റെ അടി കിടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നേ. അവർക്ക് വേണ്ടി സംസാരം വേണ്ടേ? അവർക്ക് വേണ്ടി മണ്ണിൻ്റെ അടി കിടക്കുന്ന എത്ര പേരുണ്ട്? ആരൊക്കെ കിടക്കണമെന്ന് പോലും അറിയത്തില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യത്തിൽ നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്തപ്പം അവിടെ എന്തുമാത്രം ഇൻട്രസ്റ്റ് എടുക്കണമായിരുന്നു? അതാ നമുക്ക് സമൂഹത്തിനുമായ ഇരട്ടത്താപ്പുണ്ട്. വൈകാരികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളുടെ പുറകെ നമ്മൾ പോവുകയാണ്. അതിനൊരു എന്താ സാർ പറഞ്ഞ പോലെ ഒരു മാഫിയ പോലെ, അത് നമ്മളെ ഉള്ളിലേക്ക് എന്താണോ വിടുന്നത് അതിനനുസരിച്ച് ജനങ്ങൾ നമ്മളെ ചലിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ, ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ആ താല്പര്യത്തിൽ നിന്ന് മാറി യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് പറയാൻ ചാനലുകാരും മറ്റുള്ളവരും നിർബന്ധിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കുടിക്കാൻ വെള്ളം കിട്ടണം. ഇപ്പോൾ കൊച്ചി വെള്ളം ഇല്ലെങ്കിൽ അതാ ജനങ്ങളുടെ അവിടുത്തെ പ്രശ്നം. അതിന് പകരം ശ്വേതാമേനോനാണോ ജയിച്ചത്, മഞ്ജു വാര്യരാണോ ജയിച്ചതെന്നുള്ള മത്സരം ആണ് നമുക്ക് താല്പര്യമായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. ആ താല്പര്യത്തേക്ക് ആ രീതി മാധ്യമപ്രവർത്തകരെങ്കിലും മാറ്റി നിർത്തിയാൽ പകുതി വ്യത്യാസം വരും.